ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലെ പിട്ടിന് കൂട്ടാൻ ഒരു മുട്ടക്കറി തയ്യാറാക്കാം. നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ കുറച്ചാളാണ് വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുട്ട ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരമുറി സവാള നേർന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ പച്ചമുളക്, 2 വറ്റൽമുളക്, ഇത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 ഏലക്കയും പട്ട ഗ്രാമ്പു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഒരു ഉള്ളി മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ചട്ടി എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പാകപ്പിഴ സംഭവിച്ചു. പട്ടയും ഗ്രാമ്പും ആദ്യം ഇടണം. ഏലക്കായ അത് ഇടാൻ മറന്നുപോയി. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം. അതൊന്ന് ഒരു പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി അരച്ച് വെച്ചത് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഞാൻ എൻ്റെ ചെറിയ അടുക്കളയാണ്. അതിനൊരു എൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാചകമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിൽ വെച്ച് കൊടുക്കാം. പുട്ടിനാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് ഗ്രേവി വേണം. അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കി മുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉപ്പുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ഇതിലിപ്പോൾ കരിവേപ്പില ഇട്ടിട്ടില്ല, മല്ലിയില ഇട്ടിട്ടില്ല. ഇതൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഉള്ളവർ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. രാവിലെ തന്നെ നമുക്ക് മക്കൾക്ക്
വേറെ കറിയൊന്നും ഇല്ല കൊടുക്കുക. അപ്പോൾ മുട്ട ഉണ്ടേന് അങ്ങനെ വിചാരിച്ചെന്നാൽ വേഗം ഒരു മുട്ട കറി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയതാണ്. ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് എരിവെല്ലാം വളരെ കുറച്ചിട്ടാണ് വെച്ചത്. അപ്പം നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂടുതലാക്കിയിട്ട് ആക്കാം. ഞാൻ രണ്ട് കുഞ്ഞു മക്കളില്ലേ ഇതാ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടാണ് അപ്പോൾ വെക്കാറ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എരിവ് കുറവാണ്. നമ്മൾ എരിവ് കുറച്ചിട്ടാണ് കറിയെല്ലാം എപ്പോഴും വെക്കാറ്. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയാൽ എപ്പോഴും ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കും. അത് ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഞാനപ്പോൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ആരും പറയുന്നു അങ്ങനെയുണ്ടെന്ന് പറഞ്ഞെടുക്ക്. അടിപൊളിയാ? ഇഷ്ടായിനാ? മുട്ടക്കറി ഇഷ്ടായിനാ? സൂപ്പറാ. ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക.